ഏറ്റവും ഗുണമുള്ള ഒരു ധാന്യമാണ് റാഗി. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും നിങ്ങളത് ഉണ്ടാക്കും. അത്ര ടേസ്റ്റിലാണ് ഈ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ 1 കപ്പ് റാഗി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതുക്കാൻ വെക്കുക. എന്നിട്ടത് കഴുകിയെടുത്ത് 4-5 ഗ്രാമ്പൂ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ റാഗി നമ്മൾ അരിച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് നമ്മൾ തുണിക്കകത്ത് അരിച്ചാലാണ് എളുപ്പം പോരുന്നത്. അരിപ്പയ്ക്കകത്ത് അരിച്ചാൽ അത്ര പെട്ടെന്ന് നമുക്കതിൻ്റെ തരിങ്ങ് മാറി കിട്ടത്തില്ല. അപ്പം നമ്മൾ നല്ല ഒരു കനം കുറഞ്ഞ തുണിക്കകത്ത് നമ്മൾ നല്ലതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എസൻസ് നമ്മളിങ്ങനെ എടുക്കണേ. എന്നിട്ട് അത് 2 പ്രാവശ്യം എടുത്തു. ആദ്യം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് പിഴിഞ്ഞ് അതിൻ്റെ ഗുണമെല്ലാം ഇങ്ങനെ കിട്ടുന്ന വരെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമുക്കൊരു പാത്രത്തിൽ അതിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാൻ പോവുകയാണേ. ആ ശർക്കരയും പാലും കൂടെ കൂടിയാണ് നമ്മൾ അതിന് ആവശ്യമായ, ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തത്. അത് രണ്ടും കൂടെ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അത് ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിച്ചെടുത്തിരിക്കുന്ന റാഗിയില്ലേ അത് അതിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ സാവകാശം കുക്ക് ചെയ്തിടണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അത് ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ അല്ലെങ്കിൽ ചോട്ടി പിടിക്കും. എന്നിട്ട് അത് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഇത് ഒഴിച്ച് നല്ലതായിട്ട് അതിനകത്ത് ഒഴിച്ചൊന്ന് ഒരു തവി കൊണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു വട്ടയപ്പം നോക്കാം നമ്മൾ പ്ലേറ്റിനകത്ത് ഒഴിക്കുക മാവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വെച്ചതിന് ശേഷം അത് കുറച്ച് നേരം നമ്മൾ ആറാൻ വെക്കുക. കുറച്ച് നേരം ആറിക്കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കത് കേക്കിൻ്റെ രൂപത്തിൽ നല്ലതായിട്ട് മുറിച്ചെടുക്കാം. ഒത്തിരി സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ്. ഇനി മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ മധുരം ചേർക്കാം. മധുരം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതനുസരിച്ച് ശർക്കര ഇട്ടാൽ മതി. ഒത്തിരി നല്ല രുചിയാണ്. ഏലക്കായുടെ രുചി അതിനകത്ത് പറയണം. ഒരു 5 ഏലക്കായ എടുക്കണം. അതോടെ എടുത്താൽ വേണം ഇത് അരയ്ക്കാനായിട്ട്. അപ്പോൾ അതിനൊരു നല്ല രുചിയുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇത് കരിപ്പെട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിവിടെ അതില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ശർക്കര ഇട്ടാണ് ഉണ്ടാക്കി. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കണ്ട. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയാൽ ശരിയാകല. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കരുത്. അല്ലെ പിന്നെ അത് ക്യാരമിൽക്കായിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളത് ഇളക്കി ആ പാത്രത്തിൽ ഇങ്ങനെ കുറുകി വരും. അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കത് നമ്മുടെ എടുക്കുന്ന പാത്രത്തിലോ ചട്ടിയിലോ ഒന്നും പിടിക്കത്തില്ല. അങ്ങനെ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വെക്കുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. റാഗി ഒത്തിരി ഗുണമുള്ള ഒരു ധാന്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പിള്ളേർ കഴിച്ചോളൂ. അല്ലാതെ കുറുക്കിയൊക്കെ കൊടുത്താൽ പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ മടിയായി. ഇത് നല്ല മധുരവും ഉണ്ട്, ഗ്രാമ്പൂവിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് രാവിലെയോ വൈകുമ്പോഴോ ഒക്കെ ഇത് മുറിച്ച് കൊടുക്കാം. ഇത് 2-3 ദിവസം അത് ഇരിക്കുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല, ഒരു കേടും വരത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇതുപോലുള്ള ചെറിയ ഐറ്റമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കണേ.